Hey guys, it's me Razin here. Welcome to Fry Talks. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു 5 പേരെ കുറിച്ചാണ്. ഈ 5 പേരും സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് $1 ബില്യൺ സമ്പാദിച്ചവരാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 5ൽ നിന്ന് തുടങ്ങാം. 5ാമത്തെ ആളാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 5ാമത്തെ ആളാണ്. ഞാൻ ആ പേര് പറയാം, റിച്ചാർഡ് ബ്രാൻസൺ. വിർജിൻ ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ വിർജിൻ ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ അതാണ് സർ റിച്ചാർഡ് ബ്രാൻസൺ. അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു. ഒരു പഠന വൈകല്യം, ഒരു പ്രത്യേക തരം പഠന വൈകല്യമാണ്. അദ്ദേഹം 16ാമത്തെ വയസ്സിലാണ് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തത്. അത് കഴിഞ്ഞു ഒരു ഫസ്റ്റ് ബിസിനസ് വെഞ്ചർ എന്ന് പറഞ്ഞിരുന്നത് ഒരു സ്റ്റുഡൻറ് മാഗസിൻ എന്ന് പറഞ്ഞൊരു മാഗസിൻ ആയിരുന്നു. ആ മാഗസിൻ അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് ലക്കങ്ങൾ പുറത്തിറക്കി. അതിനുശേഷം വിർജിൻ റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു റെക്കോർഡിംഗ് സ്ഥാപനം, അതായത് ഒരു മ്യൂസിക് ബേസ്ഡ് ഒരു ഇൻഡസ്ട്രി അദ്ദേഹം തുടങ്ങാനുണ്ടായത്. അതിൽ നിന്ന് പിന്നെ ഒരുപാട് കമ്പനികൾ അദ്ദേഹം തൻ്റെ കൈപ്പിടിയിലാക്കി. അറൗണ്ട് ഒരു 500 എബവ് കമ്പനീസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം $5 ബില്യൺ ആണ്. അദ്ദേഹം ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഐലൻഡിലാണ് ജീവിക്കുന്നത്. ആ ഐലൻഡിന്റെ പേരാണ് നെക്കർ ഐലൻഡ്. ഇനി നമുക്ക് 4ാമത്തെ ആളിലേക്ക് പോകാം. ഫ്രാങ്കോയിസ് പിനോൾട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്തെന്ന് വെച്ചാൽ 5ാമത്തെ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ഫ്രാൻസ്, അതായത് ഫ്രാൻസിലെ 5ാമത്തെ വെൽത്തിയസ്റ്റ് പേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായെന്ന് വരില്ല. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്യൂമ എന്ന് കേട്ടിട്ടില്ലേ? നമ്മളുടെ ഷൂവിന്റെ ചെരുപ്പിന്റെ ഒക്കെ ബ്രാൻഡ്. അതേപോലെ തന്നെ ഗുച്ചി, ഫാഷൻ വേൾഡിലെ കിങ് ആണ് ഗുച്ചി. അതൊക്കെ ഇദ്ദേഹത്തിന്റെ ബ്രാൻഡുകളാണ്. അദ്ദേഹം സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ദാരിദ്ര്യമാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു ഒരുപാട് സമയങ്ങളിൽ. അതായത് സ്കൂളിൽ ചെല്ലുമ്പോൾ ഫുള്ള് കളിയാക്കലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സ്കൂള് ഡ്രോപ്പ് ഔട്ട് ചെയ്തത്. ഇന്ന് അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 14-15 ബില്യൺ ആണ്. 3ാമത്തെ ആളാരാണെന്ന് വെച്ചാൽ അമാൻസിയോ ഓർട്ടേഗ. നിങ്ങൾ സാറ എന്നൊരു ഫാഷൻ ബ്രാൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് അദ്ദേഹത്തിന്റെയാണ്. അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ചെറിയ ചെറിയ കടകളിൽ ഓടി നടന്ന് ബിസിനസ് ചെയ്തു. അവസാനം 1975 സാറ എന്ന് പറഞ്ഞ ആ ബ്രാൻഡ് അദ്ദേഹം ഓപ്പൺ ചെയ്തത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ കഥകൾ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇന്ന് ഓർട്ടേഗ എന്ന് പറയുന്ന അദ്ദേഹം സ്പെയിനിലെ ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 76 ബില്യൺ അടുത്താണ്. 2ാമത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. ഒരു ഇന്ത്യക്കാരനില്ലാതെ ഒരു പട്ടിക പൂർത്തിയാക്കാൻ നമുക്ക് എല്ലാവർക്കും ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. 2ാമത്തെ ആളാണ് അംബാനി. അതായത് ഇപ്പോഴത്തെ അംബാനി അല്ല, അച്ഛൻ അംബാനി, ധീരുഭായ് അംബാനി. അദ്ദേഹം 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് പഠനത്തിൽ അത്യാവശ്യം ശ്രദ്ധയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആളുടെ അച്ഛൻ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അതിനുശേഷം അദ്ദേഹം സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുണ്ടായത് 10 കഴിഞ്ഞതിന് ശേഷം. അദ്ദേഹത്തിന് ഒരു അസാമാന്യമായ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു മൂലധനം. നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അറൗണ്ട് ഒരു $60 ബില്യൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത്. അത് ഇപ്പോഴത്തെ കാര്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അറിയാലോ. അനിൽ അംബാനിയുടെയും മുകേഷ് അംബാനിയുടെയും കൂടെ സ്വത്തൊക്കെ കൂടെ കൂട്ടിയിട്ടായിരുന്നു അത് അന്നത്തെ കാലത്ത്. ഇന്ന് അതൊരു കണക്കെടുക്കാന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 100 ബില്യൺ മുകളിൽ പോകുന്നതാണ് എൻ്റെ ഒരു കണക്കിട്ടോ. ഇനി 1ാമത്തെ ആള് നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരാളാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ ഈ ഉരുട്ടിക്കൊണ്ടുപോണ സാധനല്ലേ കാറ്, അത് കണ്ടുപിടിച്ച അദ്ദേഹമാണ്. അതായത് അദ്ദേഹത്തിന്റെ കമ്പനിയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഹെൻറി ഫോർഡ്. അദ്ദേഹം 16ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്ന് പോവാനുണ്ടായത്. ഡെട്രോയിറ്റ് എന്നൊരു സ്ഥലത്ത് പോയി മാറി താമസിക്കാനായിരുന്നു അത്. ഡെട്രോയിറ്റ് എന്ന സ്ഥലം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഒരു ഓട്ടോമേഷൻ ആ ഒരു സ്ഥലത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നു വേൾഡിലെ ആദ്യത്തെ ഓട്ടോമേഷൻ. അദ്ദേഹം 16ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്ന് ഓടിപ്പോവാണ് ഉണ്ടായത്. ഡെട്രോയിറ്റ് എന്നൊരു സ്ഥലത്ത് പോയി മാറി താമസിക്കാനായിരുന്നു അത്. ഡെട്രോയിറ്റ് എന്ന സ്ഥലം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഒരു ഓട്ടോമേഷൻ ആ ഒരു സ്ഥലത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നു വേൾഡിലെ ആദ്യത്തെ ഓട്ടോമേഷൻ. അവിടെ ചെന്ന് അദ്ദേഹം ആദ്യം മെഷീൻ ഷോപ്പിൽ ഒരു അപ്രന്റീസ് ട്രെയിനി ആയിട്ടാണ് അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിച്ചത്. അതിനുശേഷം അദ്ദേഹം എഡിസൺ ഇല്ലുമിനേറ്റിംഗ് കമ്പനി, ആ കമ്പനിയിൽ ചീഫ് എഞ്ചിനീയർ ആയിട്ടായിരുന്നു പിന്നീട് പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫോർഡ് കാറ് നിർമ്മിച്ചത് 1896
അതിനുശേഷം പിന്നെ അങ്ങോട്ടുള്ളത് നമുക്കാരും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഏകദേശം ഒരു $199 ബില്യൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആസ്തി. ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്രയൊക്കെ പോരെ. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ എന്താന്ന് വെച്ചാൽ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ കണ്ടിട്ട് ആരും സ്കൂളും കോളേജും ഒന്നും ഡ്രോപ്പ് ഔട്ട് ചെയ്യരുത്. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു അംബീഷനും ഒരു പാത്തും ഉണ്ടായിരുന്നു. അവർ സ്കൂള് ഡ്രോപ്പ് ഔട്ട് ചെയ്താൽ എന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ എനിക്കടക്കമുള്ള ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് അതില്ല. അതായത് നമുക്കൊരു കറക്റ്റ് ഒരു വിഷനറി, ഒരു പാത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളോ കോളേജോ എന്ത് വേണേലും ഡ്രോപ്പ് ഔട്ട് ചെയ്തോ. അഥവാ ഇല്ല, ചുമ്മാ ഓരോരോ കഥകൾ കേട്ടിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ തന്നെ ഫെയിൽ ആയി പോകും. അതുകൊണ്ട് 2 വട്ടമോ 3 വട്ടമോ ചിന്തിക്കുക ഇങ്ങനത്തെ ഓരോ പരിപാടി ചെയ്യുന്നതിന് മുൻപ്. ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് റസീൻ സൈനിങ് ഓഫ് ഫ്രൈ ടോക്സ്. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സൈഡിൽ കാണുന്ന ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലേ, റെഡ് കളർ, അതും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അതിൻ്റെ അടുത്തൊരു മണി വരും, ആ മണിയും കൂടെ ഒന്ന് അടിച്ചേക്കാം. ഇത്ര ചെയ്താൽ മതി. നിങ്ങൾക്ക് അടുത്ത എൻ്റെ എപ്പിസോഡ് ഒന്നും മിസ്സാവില്ല. അപ്പോൾ ശരി, കാണാം. ബൈ.